Success loves those who try, not those who wait. സക്സസ്സിന് വലിയ പ്രത്യേകതയുണ്ട്. അത് ട്രൈ ചെയ്യുന്നവരോട് കൂടെ അത് എപ്പോഴും ഉണ്ടാവും. വെയിറ്റ് ചെയ്യുന്നവരോട് കൂടെ സക്സസ്സിന് നേരമില്ലെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, +2 55 വയസ്സിലോ 60 വയസ്സിലോ എഴുതിയിട്ട് വലിയ കാര്യമില്ല. എന്താ കാര്യമില്ലാത്ത? കാരണം ആ സമയമാകും മനുഷ്യൻ റിട്ടയർമെൻ്റായി. ഓരോ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്യണം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? കളിക്കേണ്ട സമയത്ത് കളിച്ച് നടക്കണം. പഠിക്കേണ്ട സമയത്ത് കളിച്ചും കളിക്കേണ്ട സമയത്ത് പഠിച്ചും നടന്നാലൊന്നും കാര്യമില്ല. അതാത് സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ജോലി നേടേണ്ട സമയത്ത് ജോലി നേടണം. വിവാഹം കഴിക്കേണ്ട സമയത്ത് വിവാഹം കഴിക്കണം. കുടുംബജീവിതം നയിക്കേണ്ട സമയത്ത് കുടുംബജീവിതം നയിക്കണം. എന്തിനേറെ ഈ ലോകത്ത് നിന്ന് പോകേണ്ട സമയമാകുമ്പോൾ സ്ഥലം മാറ്റി കൊടുത്തെങ്കിലേ നമുക്ക് ഇവിടെ നിന്ന് മാറിയതിന് ശേഷം അടുത്ത ആൾക്കാർക്ക് ആ സ്ഥലത്ത് നിന്ന് വന്ന് പ്രവർത്തിക്കാനുള്ളത്. ഇന്ന് നമ്മൾ സ്വയത്തമാക്കി വെച്ചിരിക്കുന്ന, നമ്മുടെ കൈവശം വെച്ചിരിക്കുന്നില്ല, ചില വർഷങ്ങൾ കഴിയുമ്പോൾ അത് നമ്മുടെ കയ്യിലില്ല. നമ്മൾ നിൽക്കുന്ന ഭൂമി പോലും നമ്മൾ ഇട്ടേച്ച് പോകേണ്ടവരാണ്. അപ്പോൾ സമയബന്ധിതമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് സ്ഥലം കാലിയാക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ സ്ഥലം കാലിയാക്കി കൊടുക്കുമ്പോൾ അത് ഡേർട്ടി ആയിട്ട് കൊടുക്കാതെ നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് അടുത്ത തലമുറയ്ക്കും അവിടെ നിന്നും ശക്തമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മളായിരിക്കുന്ന സ്പേസ് മിസ്യൂസ് ചെയ്യാതെ നല്ല നിലയിൽ ഉപയോഗിക്കാനും കഴിയണം. അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ജീവിതത്തിൽ ഒന്നും ആയിത്തീരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത്. അപ്പോൾ ഈ ട്രൈ ചെയ്യുമ്പോൾ പല പ്രാവശ്യം നമ്മളിങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം. ചിലപ്പോൾ അതൊന്നും സക്സസ്ഫുൾ ആകണമെന്നില്ല, അൺസക്സസ്ഫുൾ ആയിട്ട് മാറാം. ചിലപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് വി ഹാവ് ടു ഫേസ് റിജക്ഷൻസ്. അതൊന്നും കാര്യമാക്കേണ്ടത് എന്താണ്? വി ഹാവ് ടു ഡെവലപ്പ് ആൻ ആക്ഷൻ പ്ലാൻ വേണം. അതവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതിന് ആക്ഷൻ ഉണ്ടായിരിക്കണം. വെയിറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നടക്കുകയല്ല. ട്രൈ ചെയ്യണം. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ സക്സസ് ലവ്സ് ദോസ് ഹു ട്രൈ. ലൈഫിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ അത് ട്രൈയിങ് ആണ്. കീപ്പ് ഓൺ ട്രൈയിങ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ വെയിറ്റ് ചെയ്തിരിക്കുകയല്ല വേണ്ടത്, അതിനുവേണ്ടി ട്രൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വർഷത്തിൽ ഇന്ത്യയിൽ ഏകദേശം 13 ലക്ഷം പേരെങ്ങാണ്ടുമാണ് IAS വേണ്ടി ഒരുങ്ങുന്നത്. പ്രിലിമിനറി എക്സാം എല്ലാം കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 13,000 പേരെയാണ് എടുത്തത്. ആ മെയിൻ എക്സാം കൂടി കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് 1150 പേരെയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഔദ്യോഗികമായ സ്ഥലങ്ങളിലേക്ക് സെലക്ട് ചെയ്തത്, IAS ആയിട്ടും IPS ഒക്കെ ആയിട്ട്. പക്ഷേ എന്നാലും എത്രയോ ലക്ഷം യുവാക്കളാണ് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത്. എല്ലാവർക്കും കിട്ടിയില്ലെങ്കിലും കിട്ടണമെന്നുള്ള ലക്ഷ്യത്തിൽ അവർ ട്രൈ ചെയ്യുന്നു. അതിന് ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ ചില കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഇല്ല പ്രിയരെ. ആ ലിമിറ്റേഷൻ ഇല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നതിൽ അവിടെ എത്തിപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രൈ ചെയ്താൽ അവിടെ എത്തുവാൻ ഇടയായിരിക്കും കേട്ടോ. താങ്ക് യു.